എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്ക് വേണ്ടി അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചു. 7 മുതലുള്ള 10 വരെയുള്ള വാക്യത്തിനകത്ത് അതെന്താണെന്ന് തിരിച്ചറിയുവാൻ ക്രിസ്തുവിൽ ലഭിച്ച ദാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 11-ാം വാക്യത്തിൽ ദൈവസഭയ്ക്കകത്ത് ക്രിസ്തുവിൻ്റെ ദാനം എന്തൊക്കെയാണെന്നും ആ ടാലൻ്റ് എന്താണെന്നുമാണ് 11-ാം വാക്യത്തിൽ അവിടെ വ്യക്തമായി നമ്മളെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ദൈവസഭയ്ക്കകത്ത് വേണ്ട 5 ഗ്രൂപ്പ് ആൾക്കാർ അല്ലെങ്കിൽ 5 കൂട്ടം ആൾക്കാർ, അവരുടെ ദൈവകൃപ എന്താണെന്നാണ് 11-ാം വാക്യം പറയുന്നത്. അപ്പം ചിലരെ ഇംഗ്ലീഷിൽ അത് കൊടുത്തവൻ എന്നാണ്. ക്രിസ്തുവിനാൽ ലഭിക്കുന്ന ദൈവിക ദാനം. മനുഷ്യരാൽ ലഭിക്കുന്ന ദൈവദാനത്തെക്കുറിച്ചല്ല പറയുന്നത്. മനുഷ്യർക്കാർക്കും മറ്റു വിശ്വാസികൾക്ക് സ്പിരിച്വൽ ഗിഫ്റ്റ് കൊടുക്കുവാൻ കഴിയത്തില്ല. ക്രിസ്തു മുഖാന്തരം മാത്രമേ നമുക്ക് സ്പിരിച്വൽ ഗിഫ്റ്റ് കിട്ടുവാൻ കഴിയുള്ളെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി അവിടെ പഠിപ്പിക്കുന്നു. എന്നിട്ട് 5 ഗ്രൂപ്പ് 5 കൂട്ടം ടാലൻറ്റുകളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് ദൈവസഭയ്ക്കകത്ത് വേണ്ടതാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. അയക്കപ്പെട്ടവൻ, അയക്കുന്നവൻ, അയച്ച വ്യക്തി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ തരംതിരിച്ച് വേണമെങ്കിൽ പഠിക്കാം. രാജ്യത്തിൻ്റെ പ്രതിനിധി എന്നോ സ്ഥാനാപതി എന്നോ ഒക്കെ അപ്പോസ്തോലൻ എന്ന വാക്കിന് നമുക്കതിന് അർത്ഥം കൊടുക്കുവാൻ കഴിയുന്നവനാണ്. ഈ അപ്പോസ്തോലൻ്റെ ചില ക്വാളിറ്റികൾ കൂടെ പറഞ്ഞ് വേഗം ആ ഭാഗങ്ങൾ മുന്നോട്ട് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അയച്ചവൻ്റെ ഉത്തരവാദിത്വം, ദൗത്യം ചെയ്യുന്നവനെയാ അപ്പോസ്തോലൻ എന്ന് പറയുന്നത്. അവൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ ആയിത്തീരണം. മാത്രമല്ല ദൈവസന്നിധിയിൽ ലഭിക്കുന്ന അധികാരവും ശക്തിയും അവൻ മേലുണ്ടായിരിക്കണം. ഈ കാലഘട്ടത്തിൽ കാണുന്ന അപ്പോസ്തോലന്മാരെ അല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തോലൻ പറയുന്ന അപ്പോസ്തോലൻ ഈ കാലഘട്ടത്തിലും അനേകരുമുണ്ട്. പക്ഷേ അവർ ദൈവത്താൽ ക്രിസ്തുവിനാൽ അയക്കപ്പെട്ട വ്യക്തിയായിരിക്കണം, ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. മാത്രമല്ല ദൈവത്തിൻ്റെ ശക്തി അവനിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചതുമായിരിക്കണം. ആ വ്യക്തികളെ അപ്പോസ്തോലൻ എന്ന് പറയുവാൻ കഴിയും. മാത്രമല്ല വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വേദപുസ്തകത്തിലെ അപ്പോസ്തോലന്മാരെ 2 രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഇടുങ്ങിയ ചിന്താഗതിക്കാരായ കുറച്ചു പേർ വേദപണ്ഡിതന്മാർ. അവർ അപ്പോസ്തോലന്മാരുടെ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത് 12 ശിഷ്യന്മാരാകുന്ന അപ്പോസ്തോലന്മാരെയും പൗലോസ് അപ്പോസ്തോലനെ മാത്രമേ അവരുടെ ചിന്താഗതിയിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചിത്രീകരിച്ച് കാണിക്കാൻ കഴിയുന്നുള്ളൂ. അത് പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 21 മുതൽ 1-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 22 വാക്യങ്ങളും. മാത്രമല്ല പൗലോസ് അപ്പോസ്തോലൻ തന്നെ തൻ്റെ അപ്പോസ്തോലത്തെ അവിടെ എടുത്തു കാണിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തോലൻ അല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ. അപ്പോൾ യേശുവിനെ നേരിട്ട് ദർശിച്ച വ്യക്തിയോ പരിശുദ്ധാത്മാവിനാൽ നിയുക്തമായ വ്യക്തിയോ ആണ് ഇവിടെ അപ്പോസ്തോലൻ എന്ന പേരിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. ഇനിയും ഈ ഇച്ചിരി വിശാലമായ ഹൃദയത്തോടു കൂടി അപ്പോസ്തോലന്മാരെ കണ്ടവരുമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇടുങ്ങിയ ചിന്താഗതിയിൽ ഈ അവർ അപ്പോസ്തോലൻ എന്ന് പേര് പറയുമ്പോൾ അവർ കർത്താവിനെ സ്വയം, അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിൽ നേരിട്ട് അപ്പോയിൻമെൻറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെയാണ് ആ പുതിയ നിയമ കാലഘട്ടത്തിൽ ആദ്യമേ നൂറ്റാണ്ടുകളിൽ അപ്പോസ്തോലൻ എന്ന പേരിൽ വിളിച്ചിരുന്നത്. മാത്രമല്ല ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദൃക്സാക്ഷികളായിരുന്നവരെയും അപ്പോസ്തോലൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. എന്നാൽ വിശാല ചിന്താഗതിക്കാർ പിന്നീടുള്ള കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ആ കാലഘട്ടത്തിൽ വേദപുസ്തകത്തിൽ പേര് പറയപ്പെട്ട സകലരെയും അവർ അപ്പോസ്തോലന്മാരെന്ന് വിളിക്കപ്പെട്ടു. ഉദാഹരണത്തിന് ബർന്നബാസിനെ അപ്പോസ്തോലൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശീലാസ് ഇതിന് മിഷണറി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗലാത്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ പറയുന്ന യേശു കർത്താവിൻ്റെ സഹോദരൻ ജെയിംസിനെയും, റോമാലേഖനത്തിൽ 19-ാം അധ്യായത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചിലരെയൊക്കെ അപ്പോസ്തോൽ എന്ന പേരിനാൽ പിന്നീടുള്ള പിൽക്കാലത്ത് അറിയപ്പെടുവാൻ ഇടവന്നു. ഇപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
ഇത് ദൈവസഭയ്ക്കകത്ത് വേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. യേശു കർത്താവിന് പുനരുത്ഥാനത്തിൻ്റെ ശക്തി പ്രാപിച്ചവരും യേശു കർത്താവിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിയുക്തരമായ ആൾക്കാരെ അപ്പോസ്തോലന്മാർ എന്ന് വിളിക്കപ്പെടാം. അവിടെ ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ദൈവസഭയ്ക്കകത്ത് വേണ്ട രണ്ടാമത്തെ കൃപാദാനമാണ് പ്രവാചകന്മാർ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവസഭയോട് അറിയിക്കുവാൻ വേണ്ടി ദൈവം അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്ന, ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് പ്രവാചകന്മാർ എന്ന് അറിയപ്പെടുന്നത്. പ്രവാചകന്മാർ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രവചനം എന്ന വാക്ക് വളരെയധികം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർക്ക് അനേക ക്വാളിറ്റികളുണ്ട്. അവരുടെ പ്രവചനം എന്താണെന്ന് വേദപുസ്തക പ്രകാരം നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ, പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പ്രവാചകൻ അല്ലെങ്കിൽ പ്രവാചകൻ, ദൈവസഭയിൽ ഉണ്ടായിരിക്കേണ്ട പ്രവാചകന്റെ ദൗത്യം എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് ആവശ്യമായ ദൈവീയ സന്ദേശങ്ങൾ അതാത് സമയങ്ങളിൽ കർത്താവിന് പ്രാപിച്ചിട്ട് ദൈവസഭയോട് അറിയിക്കുക, വരുവാനുള്ളത് ഇനി സംഭവിക്കാനുള്ളതിനെയും അറിയിക്കുവാനുള്ള ഉത്തരവാദിത്തമാണ് പ്രവാചകന്മേൽ കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പ്രവാചകനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പോൾ ഒരു പ്രവാചകന്റെ ദൗത്യം, ദൈവസഭയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ആ ദൈവസഭയുടെ പ്രവാചകന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ കടന്നു വരുന്നവന്റെ ആത്മീയ വർധനയ്ക്കും അവന്റെ ജീവിതത്തിനകത്ത് ആശ്വാസത്തിന് കൽപ്പിക്കുവാനുള്ള പ്രബോധനവും അർപ്പിക്കുക, അറിയിക്കുക എന്നുള്ളതാണ്. ഈ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ അത് ചിലരോടൊന്നോ അവ്യക്തതയായിട്ടോ വ്യക്തതയില്ലാതോ അല്ല പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് ദൈവാത്മാവിനാൽ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അത് വ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത്. ആ വരം ദൈവസഭയ്ക്കകത്തുണ്ടാകണം. കാരണം ദൈവസഭയ്ക്കകത്ത് വരുവാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ചോ ദൈവസഭയുടെ ആത്മീയ വർധനയ്ക്ക് ഒരു വരിയോട് കയറി പറഞ്ഞാൽ നിത്യതയോട് നമ്മളെ അടുപ്പിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും കുറവശങ്ങൾ നമ്മുടെ ദൈവസഭയ്ക്കകത്തോ കുടുംബങ്ങൾക്കകത്തോ കുഞ്ഞുങ്ങളുടെ അകത്തോ ഉണ്ടെങ്കിൽ അതിനെ അവരെ വിളിച്ച് പ്രബോധിപ്പിച്ച് ആശ്വാസം നൽകിക്കൊണ്ട് അവനെ നിത്യതയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ദൗത്യം മാത്രമേ ഒരു പ്രവാചകനുള്ളൂ. നമ്മുടെ ആത്മീയ വളർച്ച അതിന് ആശ്വാസമാകുന്ന രീതിയിൽ നമ്മളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ഗിഫ്റ്റ് കൊണ്ട് ദൈവാത്മാവും വേദപുസ്തകവും അപ്പോസ്തലന്മാരും അല്ലെങ്കിൽ അതിന് ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രവാചകന്മാരെന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ജോലി പോലെ ആക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്കറിയാവുന്നത്. അതും ഇതും പറഞ്ഞുകൊണ്ട്, പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരുടെ ഭൗതിക നന്മകളും ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്നോട് എത്ര പേര് എഗ്രി ചെയ്യുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു സംശയം, എൻ്റെ ഒരു ഡൗട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനൊരു ജീവിതത്തിനകത്ത് വലിയൊരു തെറ്റ് ചെയ്തിട്ട് കടന്നു വന്ന് ദൈവസഭയ്ക്കകത്തിരിക്കുമ്പോൾ പ്രവാചകൻ എന്ന് പേര് പറയുന്ന ഒരു വ്യക്തിത്വം എൻ്റെ തലയെ കൈച്ചു വെച്ചിട്ട് പറയുക, നീ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതാത്മാവിലാണെന്നാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ. ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കുന്നെങ്കിൽ ആ ദൈവാത്മാവാണെങ്കിൽ അതിനെ വിവേചിച്ചിട്ട് പറയണം, നിന്റെ നിത്യതയ്ക്ക് തടസ്സമായിരിക്കുന്ന ഇന്ന് രാവിലെ നടന്ന നിന്റെ സംഭവത്തെ വിളിച്ചു പറയുവാൻ കഴിയുന്നെങ്കിൽ അതാണ് യഥാർത്ഥ ദൈവാത്മാവും, അതാണ് യഥാർത്ഥ പ്രവചനവും. എന്നൊക്കെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വഴിതെറ്റിപ്പോകരുതേ. എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ഞാൻ ചേർത്ത് പറയാം. എല്ലാവരെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങളുടെ തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കരുത് പ്ലീസ്. എന്നാന്നറിയാമോ, നിങ്ങൾക്ക് ഒരു പക്ഷേ തിരിച്ചറിവുണ്ടായിരുന്നേക്കാം, നമ്മുടെ കേരളത്തിൽ ഒരു ചെറിയ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട്, തേനി എന്നറിയപ്പെടുന്നത്. അവിടെ പോയിട്ട് ആത്മാവിനെ പ്രാപിച്ചിട്ട് കടന്നു വന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ പോയി പ്രവചനം പഠിച്ചിട്ട് കടന്നു വന്ന് പ്രവചിക്കുന്നവർ പലരും നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അവർ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ഈ ലോകത്തിൻ്റെ ആത്മാവ്. അതിനെ വിളിച്ചുകൊണ്ട് പെരയ്ക്കകത്ത് കയറ്റിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ആത്മാവ് കുഞ്ഞുങ്ങളുടെ
മലയെ കയറിയിട്ട് ഞാനും നിങ്ങളും എത്ര കണ്ണുനീരൊഴുക്കിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് വരുന്ന പ്രവാചകന്മാരായിരുന്നാലും ശുശ്രൂഷകന്മാരായിരുന്നാലും തിരിച്ചറിഞ്ഞ് വിവേചിച്ചിട്ട് മാത്രമേ നമ്മുടെ ഭവനങ്ങളിലേക്ക് ഏറ്റുവാൻ കഴിയാവൂ. കാരണം എല്ലാം ദൈവാത്മാവല്ല. പിന്നെ ഒരു കാര്യം കൂടെ തീർത്ത് പറയാം, ദൈവാത്മാവ് ഞാനും ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു ബന്ധമുണ്ടെങ്കിൽ, ദൈവാത്മാവിന് സംസാരിക്കാനുള്ളതെല്ലാം എന്നോട് സംസാരിക്കും. അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വേറെ ആരുടെയും ഒരു മീഡിയേറ്ററിൻ്റെ അവസ്ഥ എനിക്കില്ല. കാരണം ഞാനും ദൈവവുമായി, എൻ്റെ അപ്പനും ഞാനുമായിട്ട് യഥാർത്ഥ ബന്ധമുണ്ടെങ്കിൽ, എൻ്റെ ജഡത്തിലുള്ള എൻ്റെ പിതാവുമായിട്ട് ഞാനൊരു ബന്ധമുണ്ടെങ്കിൽ, എല്ലാ ദിവസവും ഫോണിലൂടെ എൻ്റെ പിതാവിനോട് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പിതാവിനെ എനിക്ക് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാം. അല്ല, ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ പിതാവുമായിട്ട് ബന്ധമില്ലെങ്കിൽ മാത്രമേ മൂന്നാമതൊരു ഒരു ഇടപെടിയിൽ അതിനകത്ത് ഉണ്ടാകേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിച്ച് യഥാർത്ഥമായി ആരാധിക്കുന്നുണ്ടെങ്കിൽ ആ ഇമ്പമേറിയ ശബ്ദം നമ്മളെ ദൈവം കേൾപ്പിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, പ്രവാചകന്മാരില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തുമില്ല. ദൈവാത്മാവിനാൽ ഈ ദൈവീയ ദാനം ലഭിച്ച അനേക അഭിഷക്തന്മാർ ഈ കാലഘട്ടത്തിലുമുണ്ട്, ദൈവസഭയ്ക്കകത്തുമുണ്ട്. ആ ദൈവദാസന്മാരെ അന്നും ലോകം ഒരുപക്ഷെ അറിഞ്ഞില്ലെന്ന് വന്നേക്കാം. പക്ഷെ അവർക്ക് ലഭിക്കുന്ന ദൈവദൂതുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ഏത് രാത്രിയാണെങ്കിലും നമ്മളെ വിളിച്ചു പറയും. അത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു കൂട്ടുവേലക്കാരൻ എന്നെ ഒരു രാത്രിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഭവനത്തിനകത്ത് ഒരു അനർത്ഥം വരാൻ പോകുകയാണ്. രാത്രിയിലാണ്, ഏകദേശം ഇവിടുത്തെ 12:30 സമയമായപ്പോൾ നാട്ടിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഒരു അനർത്ഥം വരാൻ പോകുന്നു. നിന്റെ അപ്പൻ്റെ അനിയന്മാർക്ക് ഹൃദയ സംബന്ധമായ രോഗമുണ്ടായി, നാളെ രാവിലെ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ആ അവസ്ഥ ഇന്ന് രാത്രി നീ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അതിന് വിടുതലാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചത് കൊണ്ട് അതിനകത്ത് നിന്ന് വിടുതൽ ലഭിച്ചു. അതുകൊണ്ട് പ്രവാചകന്മാരില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ സഭയ്ക്ക് കൊടുക്കേണ്ട ദൈവാത്മാവിൽ നിന്ന് പ്രാപിച്ച കാര്യങ്ങൾ മാത്രമേ പറയാവൂ. അത് കയ്യിൽ നിട്ട് ഒന്നും പറയുവാൻ അനുവദിക്കരുത്. നമുക്ക് പറ്റിപ്പോയ അബദ്ധവും അതാ. നമ്മുടെ സഭയിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് എന്നോട് ദൂത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമല്ലേ? അതുകൊണ്ടാണ് പല പ്രവാചകന്മാരും കയ്യിൽ നിന്ന് കൈയിട്ട് പറഞ്ഞിട്ട് പോകുന്നത്. കാരണം എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് പോലെ എൻ്റെ തോന്നല്. എന്നെയൊക്കെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയൊന്നുമല്ല കേട്ടോ. ദൈവാത്മാവ് സംസാരിച്ചെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതിയെന്നേ. അല്ലെങ്കിൽ ഇത് ദൂതുകൾ മൊത്തം ഈ വേദപുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് പോകട്ടെ, വേഗം കടന്നു പോകട്ടെ. ഇനി സഭയ്ക്ക് വന്ന രണ്ടാമത്തെ ഗിഫ്റ്റാണ് പ്രവചന വരം. അത് നമ്മൾ പ്രാപിക്കുവാനും വേണ്ടി ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി കാംക്ഷിക്കുന്നവരും ദൈവസഭയിൽ വിശ്വാസികളായി തീരണമെന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പാണ് സുവിശേഷകൻ. നമുക്കറിയാം, ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകൻ. ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കാനുള്ള ദൗത്യമാണ് ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ, സുവിശേഷകൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. അവനെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കർത്താവ് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളും ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകൻ്റെ ആത്മാവ് ദൈവസഭയ്ക്കകത്തുള്ളവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ദൈവസഭയുടെ കർത്താവിനോട് കൂട്ടായ്മ ആചരിച്ച് കർത്താവിനോട് സ്നേഹം കടന്നു വരുമ്പോൾ, ആ സുവിശേഷ ദർശനം എന്നിൽ ലഭിച്ചു കഴിയുമ്പോൾ, ആ സുവിശേഷകൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ മിഷണറി പ്രവർത്തനം, ആത്മാക്കളോട് പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവസഭയ്ക്കകത്തും നാം എല്ലാവരും പ്രാപിച്ചെടുക്കേണ്ട ദൈവത്തിൻ്റെ ഒരു ദാനമാണ് സുവിശേഷ ദർശനം. ഞാനും നിങ്ങളും ഓരോ സുവിശേഷകന്മാരായി തീരണം. എങ്കിൽ മാത്രമേ ദൈവസഭയുടെ ആത്മീയ വർധനവ് ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ പ്രവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 26 മുതൽ 40 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം. അതിനു മുമ്പ് 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, അവർ കൈസരയിലെത്തി ഒരു 7 പേരിൽ ഒരുവനായ പീലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ താമസിച്ചു. അടുത്ത ഒരു സുവിശേഷകന്റെ ആ ദർശനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് 8-ാം അധ്യായത്തിൽ. നമുക്കറിയാവുന്ന കാര്യമാണ്. 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ 26-ാം വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അനന്തരം കർത്താവിന് ദൂതൻ പീലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്നും ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ സുവിശേഷകന്റെ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് മിഷണറി പ്രവർത്തനം ചെയ്യുവാൻ വേണ്ടി പോകുക. അതിൻ്റെ 40-ാം വാക്യം അതിന് ഏറ്റവും വലിയ
നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു വാക്യമാണ്. പീലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു, അവൻ സഞ്ചരിച്ചു എല്ലാ പട്ടണങ്ങളും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയിലെത്തി. ഈ ഷണ്ണനോട് സുവിശേഷം പറഞ്ഞതിന് ശേഷം ഒരു സുവിശേഷകന്റെ ഏറ്റവും വലിയ ദൗത്യവും ഏറ്റവും അവൻ പാലിക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ, ഷണ്ണനോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അവനെ ഗസയ്ക്ക് നിർജ്ജന പ്രദേശത്തേക്ക് അയച്ച് സുവിശേഷം അറിയിച്ച് സ്നാനപ്പെടുത്തി ശേഷം ഷണ്ണനോട് കുശലം പറയുവാൻ സുവിശേഷകൻ അവിടെ നിന്നില്ല. അവനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് അവൻ അടുത്ത സ്ഥലത്തേക്ക് കർത്താവിൻ്റെ വചനവുമായി പോയി. അപ്പോൾ നമ്മുടെ ദൈവസഭയ്ക്കകത്തും ഞാനും നിങ്ങളും സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കർത്താവ് വായിക്കുന്ന അല്ലെ കർത്താവ് പറയുന്ന അടുത്ത സ്ഥലത്ത് പോയി അടുത്ത വ്യക്തിയോട് സുവിശേഷം പറയുവാൻ ഞാനും നിങ്ങളും പ്രാപ്തരായെങ്കിൽ മാത്രമേ ദൈവാത്മാവ് നമ്മളിൽ ഉള്ളിൽ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ദൈവാത്മാവ് ഇല്ല എങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഷണ്ണനോട് സുവിശേഷമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ ലഭിക്കുമോ എന്നൊക്കെ വിചാരിച്ച് അവിടെ തന്നെ നിൽക്കും. പക്ഷേ ദൈവാത്മാവുള്ളവൻ അങ്ങനെയല്ല. അവൻ അടുത്ത സ്ഥലത്ത് എന്തിനവൻ കീഴ്പ്പെട്ടിരിക്കുന്നു? പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ വരം തന്നത് ക്രിസ്തുവേശുവായതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഗിഫ്റ്റ് നമുക്ക് ദാനമായി നൽകിയത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ മുഖാന്തരമായതുകൊണ്ട്, ഇത് ഫലമേൽപ്പിച്ച കർത്താവിനെ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ ദൈവകൃപ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ തീമത്തിയോസിനോട് രണ്ടാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയും, നീയോ സകലത്തും നിർമ്മലനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അപ്പോൾ ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ, ഒരു സുവിശേഷകൻ്റെ ദൈവസഭയിൽ കടന്നു വന്ന് ദൈവകൃപ പ്രാപിച്ച് ഈ വരം പ്രാപിച്ച വ്യക്തിയുടെ അവൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം സകലത്തിലും നിർമ്മലനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക, കർത്താവ് പറഞ്ഞ വചനം അതും പ്രകാരം അനുസരിച്ച് അതിൻ്റെ പ്രവൃത്തി ചെയ്ത് അവൻ മറ്റൊന്നും ആഗ്രഹിക്കത്തില്ല. ഈ ലോകത്തിൻ്റെ മറ്റു ഇതര കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാതെ, അതിനുള്ള മോടികളോ അതിനുള്ള വസ്തുവകളോ ഒന്നും ആഗ്രഹിക്കാതെ അവനിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് നിറപടിയായി ചെയ്യുക, അത് നിവർത്തിക്കുവാനാണ് എന്നെ നിങ്ങളെയും പരമേൽപ്പിച്ചിരിക്കുന്നത്. ഇനിയും അടുത്തത് നമുക്കെല്ലാം ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റിയാണല്ലോ പാസ്റ്റർഷിപ്പ്. പാസ്റ്റർ, ഇടയൻ എന്നാണ് ഗ്രീക്കിൽ അതിന് പറഞ്ഞിരിക്കുന്നത്. ഇടയൻ എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ് ഇതിലൊത്തിരി ക്വാളിറ്റികൾ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ നമ്മൾ സുവിശേഷങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് അനേക ക്വാളിറ്റികളൊക്കെ ഇതിനകത്ത് ഇടയനെക്കുറിച്ച് യേശു കർത്താവ് ഒത്തിരി കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയൻ്റെ ഒന്നാമത്തെ കാര്യം, ഇടയൻ ആടുകളെ അറിയുന്നവനായിരിക്കണം. ഇടയൻ പേരെടുത്തു അറിയുന്ന ഒരു ദൈവദാസന്റെ, ഒരു പാസ്റ്ററിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞത് ദൈവസഭയിൽ കടന്നു വരുന്ന സകലരുടെയും പേര് അറിയുന്നവനായിരിക്കും. യേശു കർത്താവ് അതാണ് നമ്മളെ പഠിപ്പിച്ചത്. അവൻ ആടുകളെ ഇടയൻ, വലിയ ഇടയനുമായ യേശു കർത്താവ് സകലരെയും പേര് ചൊല്ലി അവനെ വിളിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ ഇതിന് വ്യക്തമായ തെളിവുകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു, എനിക്കുള്ളവ എന്നെയും അറിയുന്നു. അപ്പോൾ ഒരു ദൈവ പൈതൽ, ഒരു പാസ്റ്റർഷിപ്പ് ഏറ്റെടുത്തൊരു വ്യക്തിയുടെ ആടുകളെ തിരിച്ചറിഞ്ഞ് അവരുടെ പേര് അറിഞ്ഞ് മാത്രമല്ല ആടുകൾ തിരിച്ച് ഇടയനെയും അറിയണം. പലപ്പോഴും ദൈവസഭയ്ക്കകത്ത് പറ്റിപ്പോകുന്ന പാസ്റ്റർക്ക് എല്ലാ വിശ്വാസിയുടെയും പേരറിയാം, പക്ഷേ ദൈവസഭയ്ക്കകത്ത് വരുന്ന പലർക്കും പാസ്റ്ററിൻ്റെ പേരറിയത്തില്ല. അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പാസ്റ്റർക്ക് നിങ്ങളുടെ പേരറിയാമെങ്കിൽ, നമ്മുടെ പേരറിയാമെങ്കിൽ നമുക്ക് തിരിച്ചും അങ്ങനെ ആയിത്തീരണം. അതുകൊണ്ടാണല്ലോ ഈ പൗലോസ് അപ്പോസ്തലനെ 1 കൊരിന്ത്യർ ലേഖനത്തിൽ 8-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലോ അവനെ ദൈവം അറിയുന്നു. മാത്രമല്ല 2 തീമോഥെയോസ് ലേഖനം, ഞാൻ വാക്യങ്ങൾ പറഞ്ഞു പോകുന്നത് പെട്ടെന്ന് വായിക്കാൻ വേണ്ടി മാത്രമാണ്. 2 തീമോഥെയോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19, എങ്കിൽ ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കും, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്ന എല്ലാം അനീതി വിട്ടു അകന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. അപ്പോൾ ദൈവത്തെ അറിയുന്ന ഒരു ദൈവ പൈതൽ പാസ്റ്റർക്ക് അനീതി വിട്ടകന്ന് ദൈവസന്നിധിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ്
യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. പേര് ചൊല്ലി വിളിക്കുന്ന മഹാനായ ഒരു ഇടയൻ്റെ ദൈവമക്കളാകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആടുകളാകുന്ന ഞാൻ, ഇതൊരു മിനിയേച്ചറായിട്ട് ദൈവസഭയെ ഈ ഭൂമിയിലേക്ക് നൽകിയിരിക്കുമ്പോൾ ഇതിനകത്തെ ഇടയന്മാർക്കും അതിൻ്റെ ആടുകളെ തിരിച്ചറിയുവാൻ കഴിയണം. മാത്രമല്ല, രണ്ടാമത്തെ ക്വാളിറ്റി, ഇടയനാടുകളെ തൻ്റെ കയ്യിൽ വഹിക്കുന്നവനാണ്. മാത്രമല്ല, മേച്ചിൽപ്പുറങ്ങളിൽ കണ്ടെത്തുന്നവനുമാണ്. നല്ല ദൈവവചന സന്ദേശങ്ങൾ നൽകുകയും അതിനെ കയ്യിൽ വഹിച്ചുകൊള്ളും. 40-ാം അധ്യായം യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 11, ഒരു ഇടയൻ അവന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്തു മാർബിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പെതുക്കെ നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ചില ക്ലാസ്സുകൾ 2-3 ക്ലാസ്സുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞത്, ഒരു പാസ്റ്റർക്ക് എല്ലാത്തിനും മറുപടി പറയാൻ കഴിയത്തില്ല. കാരണം എന്തറിയാമോ? ഒരു ഇടയൻ തൻ്റെ ആടുകൂട്ടത്തെ കുഞ്ഞാടുകളെ ഭുജത്തിൽ വഹിക്കും. കയ്യിൽ വഹിക്കേണ്ടതിനെ കയ്യിൽ വഹിക്കണം, മാർവോട് ചേർത്ത് പിടിക്കേണ്ടതിനെ മാർവോട് ചേർത്ത് പിടിക്കണം, പെതുക്കെ നടത്തിക്കൊണ്ടുപോകേണ്ടതിനെ പെതുക്കെ നടത്തിക്കൊണ്ടുപോകണം. കാരണം ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്നവൻ പലവിധ സ്വഭാവമാകുന്നുകൊണ്ട് എല്ലാ വിശ്വാസികളും പറയുന്നതിന് ഒരു പാസ്റ്റർക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാത്തിനെയും ഒരുപോലെ യോജിപ്പിച്ച്, ഒരു ദൈവദാസന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ അതിനെയെല്ലാം യോജിപ്പിച്ച് വഴക്കുണ്ടാക്കാതെ എങ്ങനെയെങ്കിലും ആ നിത്യതയിൽ ഏൽപ്പിച്ചവന്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ക്വാളിറ്റി, കയ്യിൽ വഹിക്കുകയും മേച്ചിൽപ്പുറം കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ, ആടുകൾ മേച്ചിൽപ്പുറങ്ങളിൽ പോകുമ്പോൾ പരുക്കൻ സ്ഥലങ്ങളിൽ അതിനെ കയ്യിൽ വഹിക്കുന്നവനായി തീരണം ഒരു ഇടയൻ എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവർക്കും കാണാപ്പാടം അറിയുന്ന 23-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെ വാക്യങ്ങൾ വായിച്ചവരും ഇപ്രകാരം പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥയുള്ള വെള്ളത്തിനരികെ നടത്തുന്നു, എൻ്റെ പ്രാണനെ ഞാൻ തണുപ്പിക്കുന്നു, തിരിനിവാസത്തിൻ്റെ നീതിപാതകൾ നടത്തുന്നു. കൂരിരുൾ താഴ്കൂടെ നടന്നാൽ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടിയിരിക്കുന്നല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കാരണം മേച്ചിൽപ്പുറങ്ങളിൽ പോകുമ്പോൾ, പരുക്കനായ സ്ഥലങ്ങൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും നടന്നു പോയിക്കോട്ടെ അല്ല ഒരു ദൈവദാസന്റെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ഉദ്ദേശ ലക്ഷ്യം. അത് നടന്നാലും ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ആ പ്രതിസന്ധിയിലും കൈപിടിച്ചു നടത്തുന്ന ഒരു ദൈവദാസനായിരിക്കണം ഒരു പാസ്റ്റർഷിപ്പിന്റെ ഉടമ എന്ന് പറയുന്നത്. എനിക്ക് പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിനകത്ത് സന്തോഷവേള കടന്നു വന്നേക്കാം, പ്രതിസന്ധി ജീവിതത്തിനകത്ത് കടന്നു വന്നേക്കാം. ദൈവസഭയ്ക്കകത്ത് ദൈവമക്കൾക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരുപോലുള്ള ജീവിതമല്ല നയിക്കുന്നത്. പക്ഷേ ആ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് അതിനെ നടത്തുന്നവനായിരിക്കണം ദൈവദാസൻ. മാത്രമല്ല, അടുത്ത് ഞാൻ പറയട്ടെ, വഴിതെറ്റിപ്പോകുന്ന ആടുകളെ അന്വേഷിച്ച് രക്ഷിക്കുന്നവനാണ് ദൈവദാസൻ. നമുക്കറിയാം, ഈ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമൊക്കെ 12-ാം വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്കത് നല്ലൊരു ഉപമ കാണുവാൻ കഴിയുന്നുണ്ട്. 100 ആടുകളുള്ള ഒരു വ്യക്തിത്വം ഒരു ആടിനെ കാണാതെ പോയപ്പോൾ അതിനെ തിരഞ്ഞ് അതിനെ കണ്ടുപിടിക്കുന്ന ഒരു ഉപമ അവിടെ പറയുന്നുണ്ട്. എന്നെ പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ അതിന് വലിയൊരു ശൂന്യത വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പല ദൈവസഭകൾക്കകത്തും. നമുക്ക് എത്ര പേരുണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നത്തിനപ്പുറത്ത് ഒരു വ്യക്തിയെങ്കിലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാറ്റിനെയും, നമുക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന സകലത്തിനെയും അങ്ങ് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു ദൗത്യം ദൈവസഭയ്ക്കകത്തുണ്ട്. നമ്മളിനകത്തുനിന്ന് ഒന്ന് പോയാൽ നമ്മളാരും വിചാരിക്കരുത് പോയല്ലോ കുഴപ്പമില്ല പോട്ടെ എന്ന് വിചാരിക്കരുത്. ആ വ്യക്തി നിത്യത നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മോട് സകലരോട് 99 എണ്ണത്തിനോടും ചോദിക്കും. അത് ശുശ്രൂഷിക്കുന്ന ദൈവദാസനോട് ആദ്യം ചോദിക്കും. ഞങ്ങൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഞങ്ങളോട് ആദ്യം ചോദിക്കുന്നത് ഏറ്റവും വലിയ ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കേണ്ടത് ദൈവദാസന്മാരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവസഭ ഇവിടെ പറയാണ്, 100 ഉള്ളവൻ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ അകത്തേക്ക്
ആ 99 വിട്ടിട്ട് അവിടെ ആക്കിയിട്ട് അവൻ ആ ഒന്നിനു വേണ്ടി പോയെങ്കിൽ ഞാനും നിങ്ങളും ദൈവസഭയുടെ ഭാഗമായി തീർന്ന ആരെങ്കിലും ദൈവകൃപ വിട്ടിട്ട് അകന്നു പോകുന്നത് കണ്ടെന്ന് തോന്നിയാൽ ആ വ്യക്തിയെ ചേർത്ത് പിടിച്ച് നമ്മുടെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് അവനെ നിത്യതയിലേക്ക് എത്തിക്കുവാനുള്ള ദൗത്യവും ഉത്തരവാദിത്വം ദൈവസഭയ്ക്കുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞോണം. അതുകൊണ്ടാണല്ലോ ഈ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ 34 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ പറഞ്ഞ്, കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഒടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും എന്ന് യെഹെസ്കേൽ പ്രവാചകൻ പറയാനുള്ള കാരണം, ദൈവസഭയ്ക്കകത്ത് വരുന്ന ഏതെല്ലാം രീതിയിൽ വരുന്നനോ അതിനെയെല്ലാം അതിൻ്റെ രീതിക്ക് അനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ദൗത്യം ദൈവസഭയ്ക്കുണ്ട്. നമ്മളാരും അതിനകത്ത് ഒഴിഞ്ഞു പോകരുത്. ആ ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു പാസ്റ്ററെ ആ ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം ആ ദൗത്യത്തിൽ നമ്മൾ പിന്മാറിപ്പോയാൽ ഒരു പക്ഷേ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സുഖമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ വന്നേക്കാം. പക്ഷേ അവസാന ദിവസം ഞാൻ നിങ്ങൾ കണക്ക് കൊടുക്കാൻ വേണ്ടി ഒരു നിൽപ്പുണ്ട്. ദൈവദാസന്മാരോട് ആദ്യം ഒരു കണക്ക് ചോദിക്കും. നിന്നെ ഏൽപ്പിച്ച ആടുകളുടെ എണ്ണം എത്ര? അതിലെത്ര എണ്ണം ഇപ്പോൾ നിത്യതയിൽ അവകാശമാക്കി തീർത്തു? അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്. ആ വ്യക്തി നിത്യതയിൽ അവകാശമാകാതിരുന്നാൽ അതിന് കണക്ക് കൊടുക്കേണ്ട വ്യക്തി ഞാനാണ്. അങ്ങനെയാണ് പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും വളരെ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിക്കാൻ. മുന്നോട്ട് കടന്നു പോകട്ടെ. ഇനി ഇടയൻ ആടുകളെ സംരക്ഷിക്കുകയും മാത്രമല്ല ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ ബലിയർപ്പിക്കുന്നവനുമായി തീരണം. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായത്തിന്റെ ഈ 11 വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ആടുകൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇട്ടിട്ടോടുന്നവനല്ല ഇടയൻ. ആടുകൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ജീവൻ പോകേണ്ടി വന്നാലും ആടുകളോട് കൂടെ ചേർന്ന് നിന്ന് അതിനെ രക്ഷിച്ച് അതിനെ നിത്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ എൻ്റെ കുട്ടികൾക്ക്, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, കുവൈറ്റ് വാർ ഓർമ്മയുണ്ട്. കുവൈറ്റ് വാർ ആ യുദ്ധ സമയത്ത് എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ കുവൈറ്റിലെ ഒരു സഭയുടെ പാസ്റ്ററായിരുന്നു, KC ചെറിയാൻ സാർ. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയായിരിക്കും. കോട്ടയത്ത് നോർത്ത് സെൻറ്ററിൻ്റെ സെൻട്രൽ പാസ്റ്ററായിരുന്നു അദ്ദേഹം. ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു, കുവൈറ്റ് വാറിൻ്റെ ആ മൂർധന്യാവസ്ഥയിൽ നാട്ടിലോട്ടുള്ള എല്ലാ ആൾക്കാരും യാത്ര ചെയ്ത് ഓരോരുത്തരായി പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബവും പോയില്ല. സഭയിലെ അവസാനത്തെ മെമ്പറും അവിടുന്ന് കയറിപ്പോയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടുന്ന് യാത്ര തിരിച്ചത്. ഉദ്ദേശം എന്നറിയാമോ? ഒരു ഇടയൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ആടുകൾക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ അത് അനുഭവിക്കുക മാത്രമല്ല, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഞാൻ മുന്നോട്ട് വേഗം കടന്നു പോകട്ടെ. ഇനി അടുത്ത ക്വാളിറ്റി, വഴിതെറ്റി മടങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു പോകുന്ന ആടുകളെ ഇടയൻ പുനഃസ്ഥാപിക്കുന്നവനായി തീരണം. അതുകൊണ്ടാണ് പത്രോസ് ലേഖനം 2 അധ്യായം 25, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അത്യക്ഷനായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഒരിക്കൽ തെറ്റി ഒഴിഞ്ഞ് ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി അതിലെയും ഇതിലെയും പോകുന്ന ആടുകളെ, അവരുടെ സ്വഭാവവിശേഷങ്ങളെല്ലാം പലതായിരുന്നു. പക്ഷേ ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്താൽ അതിനെ ചേർത്തുണക്കി ദൈവസഭയ്ക്കകത്ത് ഏൽപ്പിച്ചു തന്നിരിക്കുമ്പോൾ ആ പഴയ സ്വഭാവത്തിലേക്ക് പിന്തിരിഞ്ഞു പോകാതിരിക്കുവാൻ അതിനെ ദൈവാത്മാവിനാൽ ചേർത്ത് പിടിച്ച് അതിനെ ഒന്നിച്ച് ഒരേ രീതിയിൽ ഒരേ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ദൈവസഭ എന്ന് പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം ലേഖനങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ ദൈവസഭയ്ക്കകത്ത് വലിയൊരു ഉത്തരവാദിത്വം ദൈവസഭയിൽ കടന്നു വരുന്നവർക്കും ദൈവസഭയെ നിയന്ത്രിക്കുന്നവർക്കുമുണ്ട്. ഒന്നുപോലും തെറ്റിപ്പോകാതെ, അല്ലെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പോകാതെ, ലോകത്തിൻ്റെ വഴികളിൽ പോകാതെ, അതിനെല്ലാം ഒന്നിച്ച് പല വിധത്തിൽ, പല കുടുംബത്തിൽ, പല മാതാപിതാക്കളാൽ പല സ്വഭാവമുള്ളവരായി കടന്നു വന്നവരെ ഒന്നിച്ച് ഒരു പാതയിൽ ഒരു ട്രാക്കിൽ കൊണ്ടുവന്ന് അവരെ അങ്ങ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ്. അതുകൊണ്ടാണ് ദൈവദാസന്മാർ പലപ്പോഴും കർശനത്തോടുകൂടിയും വളരെ
വളരെ വേദനയോടുകൂടിയൊക്കെ പലപ്പോഴും പറയുന്നതിൻ്റെ ഉദ്ദേശം എന്നറിയാമോ? മറ്റുള്ള വിശ്വാസികളോടോ നിങ്ങളോട് ആരോടും പിണക്കുണ്ടായിട്ടോ അല്ലെങ്കിൽ വിഷമമുണ്ടായിട്ടോ അല്ല. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ ഇതിനൊരു ദൗത്യമുണ്ട്. ഈ ദൗത്യത്തിനകത്ത് കർശന നടപടി എടുക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള ശാസിക്കുമ്പോഴൊക്കെ ഓർത്തോണം, എങ്ങനെയെങ്കിലും എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തെറ്റിപ്പോകാതെ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുക. അന്നേരം ഒരു ദൈവദാസന്റെ ഉത്തരവാദിത്വം അവൻ വഴിതെറ്റിപ്പോകുന്നതിനെ യഥാർത്ഥ ട്രാക്കിലേക്ക് കൊണ്ടുവരിക. മാത്രമല്ല, അടുത്തത് അനുസരണത്തിലും വിശ്വസ്തതയ്ക്കും ഇടയൻ ആടുകൾക്ക് പ്രതിഫലം നൽകുന്നവനുമാണ്. വലിയ ഇടവനായ കർത്താവ് വഴിതെറ്റാതെ ഞാനും നിങ്ങളും ജീവിച്ചു കഴിയുമ്പോൾ അവസാനം ആ വലിയ മഹാനായ ഇടയൻ്റെ കയ്യിൽ നിന്ന് പ്രതിഫലം കൂടെ മേടിക്കുവാൻ ഇടവരും. ആ പ്രതിഫലം മേടിക്കുവാൻ വേണ്ടി ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. എന്തിനു വേണ്ടി? ഒരു പാസ്റ്റർക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മഹത്വം എന്നറിയാമോ? ഇതിനെയൊന്നും വിശ്വസ്തതയോ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വിശ്വസ്തയോട് ചെയ്തു കഴിയുമ്പോൾ ആ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ കഴിയും. ഇവിടെ വെച്ച് ഒത്തിരി പ്രതിസന്ധി അനുഭവിച്ചത് വന്നേക്കാം, ഒത്തിരി നിന്ദകൾ അനുഭവിച്ചത് വന്നേക്കാം, ഒത്തിരി ഭാരങ്ങൾ അനുഭവിച്ച് വന്നേക്കാം, തലമുറകൾക്ക് ഒരുപക്ഷെ ആഹാരം കൊടുക്കുവാൻ അതിനകത്ത് സാമ്പത്തിക നന്മകൾ ലഭിച്ചില്ലെന്ന് വന്നേക്കാം. പക്ഷേ ഈ പ്രതിസന്ധിയിലൂടെയെല്ലാം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ വിശ്വസ്തയോടെ ചെയ്തു കഴിയുമ്പോൾ ഇവിടെ വെച്ചൊന്നും മഹത്വമോ പ്രശംസയോ ഒന്നും ലഭിച്ചില്ലെങ്കിലും ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം അവന് ഭാരമില്ല, അവന് കണ്ണുനീരില്ല, അവനകത്ത് വേദനയില്ല. അവന് പറയാനൊരു കാര്യമുണ്ട്, എൻ്റെ ഇടയശ്രേഷ്ഠൻ, എൻ്റെ നേതാവ്, എൻ്റെ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ എനിക്ക് ലഭിക്കുവാനുള്ളത്, ഞാൻ വിശ്വസ്തയോടെ എന്നെ ഏൽപ്പിച്ച ദൗത്യം, എന്നെ ഏൽപ്പിച്ച ടാലന്റ് ഞാൻ വിശ്വസ്തയോടെ ചെയ്തത് കൊണ്ട് എനിക്ക് വാടാത്ത കിരീടം ലഭിക്കും. മാത്രമല്ല, ഇടയൻ്റെ അവസാനത്തെ അനേക ക്വാളിറ്റികളുണ്ട്. ഒരു ക്വാളിറ്റിയോട് പറഞ്ഞേക്കാം, ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർപെടുത്തി കൊണ്ടുപോകുന്നവനായി തീരണം. അതുകൊണ്ടാണല്ലോ ഞാൻ മുമ്പേ ഓർപ്പിച്ച ഒരു കാര്യം വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നത്, ദൈവസഭയിലെ ദൈവദാസന്മാർക്ക് എല്ലാറ്റിനും മറുപടി പറയാൻ കഴിയത്തില്ല. ദൈവസഭയിൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ചെമ്മരിയാടും കോലാടും ഒക്കെ ഉണ്ട്. ജീവിതത്തിനകത്ത് ദേഷ്യം വരുന്നവരും ദേഷ്യം കുറഞ്ഞവരും ചൂടാകുന്നവരും വഴക്കുണ്ടാക്കുന്നവരും ഒക്കെ കണ്ടെന്ന് വന്നേക്കാം. പക്ഷേ എല്ലാറ്റിനെയും ചേർത്ത് ഒരുപോലെ സ്നേഹിച്ച് അവരെ മുന്നിലേക്ക് നയിക്കുക എന്നുള്ളൊരു ദൗത്യമാണ്. ഞാൻ ആ ഭാഗം നിർത്തി മുന്നോട്ട് പോവുകയാണ്. അടുത്തത് 5ാമത്തെ ക്വാളിറ്റിയാണല്ലോ അധ്യാപകൻ, ടീച്ചർ. വേദപണ്ഡിതന്മാർ പറയുന്നത് ഒരു പാസ്റ്റർ നല്ല അധ്യാപകനാണ്, ഒരു അധ്യാപകൻ നല്ല പാസ്റ്ററാണ് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഇത് രണ്ടും ഒന്നായിട്ടാണ് പല വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയാണ് എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ അധ്യാപകന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ അവന് പഠിച്ച കാര്യങ്ങൾ, അവന് ദൈവാത്മാവിനാൽ ദൈവമർമ്മം മുഖാന്തരമായിട്ട് ലഭിച്ച കാര്യങ്ങൾ, വെളിപ്പെട്ട കാര്യങ്ങൾ ദൈവസഭയെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചൊരു വാചകം വീണ്ടും ഓർപ്പിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, അധികം ശിക്ഷാവധി വരും എന്നറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടക്കന്മാർ ആകരുത്. കാരണം ഈ അധ്യാപകൻ, ടീച്ചർ, ഉപദേഷ്ടാവ്, പാസ്റ്റർ, ഇവർക്ക് അധികം ശിക്ഷാവധി വരുവാൻ ഇടയുണ്ട്. കാരണം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവരതുപോലെ ചെയ്തില്ലെങ്കിൽ ആ ഉപദേഷ്ടാവിന് ശിക്ഷാവധി ഉണ്ടാകുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം, കർത്താവ് തന്ന ദൈവീയ ആലോചന, കർത്താവ് വെളിപ്പെടുത്തുന്ന മർമ്മം ദൈവസഭയെ പഠിപ്പിക്കുക, ദുരുപദേശങ്ങൾ പഠിപ്പിക്കാതിരിക്കുക. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൈവസഭയ്ക്കകത്ത് വന്നുപോയ പരാജയമെന്ന് പറഞ്ഞാൽ പലരും കയറി ഉപദേഷ്ടാക്കന്മാരാകുന്നത് കൊണ്ട് അനേക ദുരുപദേശങ്ങൾ വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാരോ യേശു കർത്താവോ ചിന്തിച്ചതോ അവർ ജീവിതത്തിനകത്ത് എഴുതി വെക്കാത്തതുമായ കാര്യങ്ങൾ അവരുടെ വെളിപ്പാടിനാൽ, അവരുടെ മാനുഷ്യ വെളിപ്പാടിനാൽ വെളിപ്പെട്ടതിന് ശേഷം അവരതിനെ വ്യാഖ്യാനിച്ച് വേദപുസ്തകത്തിന് വ്യാഖ്യാനങ്ങളെ പല രീതിയിലാക്കിയിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ദൈവസഭയ്ക്കകത്തേക്ക് ദുരുപദേശങ്ങൾ കടന്നു വരുന്നു. ആ ദുരുപദേശകന്മാർക്ക് അധിക ശിക്ഷാവധി ഉണ്ടാകും. ദൈവാത്മാവിനാൽ വെളിപ്പെട്ട കാര്യം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം ദൈവസഭയെ ഞാൻ പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അപ്പോൾ ഒരു അധ്യാപകന്റെ ഏറ്റവും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ
അവൻ പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ച കാര്യം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിലും പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിലൊക്കെ അനേക കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ദൈവസഭയ്ക്കകത്ത് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അപ്പോസ്തലന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, അതുപോലെ തന്നെ ടീച്ചർമാരുണ്ട്. അതത് ലഭിച്ചതുപോലെ ദൈവസഭയ്ക്കകത്ത് ഞാനും നിങ്ങളും പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. നമുക്ക് ലഭിച്ച ഒരു ദൈവകൃപയുടെ ദാനമുണ്ട്. അത് ഏത് ദാനമാണെന്ന് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മറ്റാർക്കും അറിയത്തില്ലെന്ന് പറയാം, നമുക്കറിയാം. ആ ദാനത്തിന് അനുസരിച്ച് ഞാനും നിങ്ങളും മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ യഥാർത്ഥ ദൈവകൃപ പ്രാപിച്ച് എടുക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ആ ദൈവകൃപ എന്താണെന്നുള്ള തിരിച്ചറിവ് പ്രാപിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസഭയെ മുന്നോട്ട് നയിക്കുവാൻ കഴിയണം. മുമ്പ് ഓർപ്പിച്ചതുപോലെ ഈ ലഭിച്ചിരിക്കുന്ന അപ്പോസ്തോലന്റെ കൃപ അത് ദൈവസഭയ്ക്ക് വേണ്ടി ദാനം കർത്താവ് നൽകിയപ്പോൾ അത് വിശ്വസ്തയോടെ ചെയ്യണം. ദിവസവും ദൈവജന പ്രഘോഷണത്തിന് വേണ്ടി തയ്യാറാകുന്ന ഒരു പ്രവാചകനെ പോലെ ആയിരിക്കണം ഓരോ ദൈവവൈതലും. മാത്രമല്ല, നഷ്ടപ്പെട്ടവർക്ക് സാക്ഷ്യം വഹിക്കുന്നതിൽ ഒരു സുവിശേഷകനായി തീരണം. ആളുകളെ മേയ്ക്കുന്നതിൽ ഒരു പാസ്റ്ററായി തീരണം. മാത്രമല്ല, തനിക്കറിയാവുന്ന ദൈവവചനങ്ങളെ സത്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഒരു ദൈവസഭയിലെ വിശ്വാസികൾ ഒരു അധ്യാപകൻ ആയി തീരണം. ഇനിയും താഴോട്ടുള്ള വാക്യങ്ങൾ 12 മുതൽ 16 വാക്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു തന്നിരിക്കാം. സഭ ദൈവജനത്തിനിടയിൽ വളർത്തുവാൻ വേണ്ടി നമുക്ക് ഒത്തിരി ദൗത്യങ്ങൾ മുമ്പ് തന്നതുപോലെ തന്നെ ആ ദൗത്യം എങ്ങനെ ഉപയോഗിക്കണമെന്നും അത് വിശുദ്ധ വേദപുസ്തകം താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവസഭയ്ക്ക് എനിക്ക് ലഭിക്കുക ദൈവകൃപയിൽ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ നിത്യതയിലേക്ക് ദൈവജനത്തെ എത്തിക്കുക, ദൈവസഭയിലെ വിശ്വാസികളെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഒരു ദൈവവൈതലിനായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ ദൈവജനങ്ങൾക്കിടയിൽ തികഞ്ഞ ഐക്യം കൊണ്ടുവരുന്നവനായി തീരണം. അപ്പോൾ എനിക്ക് ലഭിച്ച ദൈവകൃപ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു വരും മനസ്സിലാക്കുന്നുണ്ട്. 12-ാം വാക്യം മുതൽ 16 വരെ വാക്യങ്ങൾ വായിച്ചു വരും നമുക്കറിയാം. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് ഒരു ദൈവവൈതൽ അല്ലെ ശുശ്രൂഷയ്ക്കകത്ത് നിൽക്കുന്നവർ ഏറ്റവും പരമപ്രധാനമായി ചെയ്യേണ്ട കാര്യം ദൈവസഭയ്ക്കകത്ത് ഐക്യം കൊണ്ടുവരിക എന്നുള്ളതാണ്. മാത്രമല്ല, ആ ദൈവം വിളിച്ചവർക്ക് മാത്രമേ ദൈവസഭയ്ക്കകത്ത് ഐക്യം കൊണ്ടുവരുവാൻ കഴിയുള്ളൂ. ദൈവസഭയ്ക്കകത്ത് ഐക്യത കെടുത്തുന്നുണ്ടെങ്കിൽ, ഞാൻ ഐക്യതയെ കെടുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചോണം, എൻ്റെ അകത്ത് വ്യാപരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഐക്യത കെടുത്തുവാൻ വരികയില്ല. ഒരു ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്നിനെ തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സോടും ഏക അഭിപ്രായത്തിന് യോജിച്ചിരിക്കുകയും വേണമെന്നും ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ചൊല്ലി പ്രബോധിപ്പിക്കും. പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയെ പ്രബോധിപ്പിക്കുകയാണ്. നമ്മുടെ അകത്ത് തികഞ്ഞ ഐക്യത ഉള്ളവരായിത്തീരണം. ദൈവസഭയുടെ വളർച്ചയ്ക്ക്, ദൈവസഭ ദേശത്ത് ആത്മാക്കളെ നേടുവാൻ ഏറ്റവും പരമപ്രധാനമായി വേണ്ടെന്നറിയാമോ? ദൈവസഭയ്ക്ക് ഐക്യത ഉണ്ടായിരിക്കണം. അത് ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സോടും ഏക അഭിപ്രായത്തിൽ, ഒരേ അഭിപ്രായം, ഭിന്ന അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. ദൈവസഭയുടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക്, ദൈവസഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക്, ദൈവസഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് എതിരഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. ഒരേ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് ഐക്യത ഭാവിച്ചുകൊണ്ട് ഞാനും നിങ്ങൾ നിന്നെങ്കിൽ മാത്രമേ ദൈവസഭ ആത്മീയമായി വളരുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരായി തീരുവിൻ. നമുക്ക് സന്തോഷിക്കുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ ഏക മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സാധിക്കുവാൻ കഴിയും. മാത്രമല്ല, മുമ്പേ ഓർപ്പിച്ചതുപോലെ താഴോട്ട വാക്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ ദൈവപുത്രൻ്റെ അറിവ് പ്രവൃത്തി ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവനായി തീരണം. ദൈവസഭയിൽ ഞാനും നിങ്ങളും കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ദൈവ സന്ദേശത്തെക്കുറിച്ചുള്ള ദൈവീയ അറിവുണ്ട്. അത് നമ്മുടെ പ്രവൃത്തി ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ പഠിച്ചത്
ഞാൻ ജീവിതത്തിനകത്ത് മനസ്സിലാക്കിയതിൽ അതിന് ശ്രേഷ്ഠത കാണുവാൻ കഴിയും. ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഈ വേദപുസ്തകവും വായിച്ച് മനസ്സിലാക്കിയതും എൻ്റെ ജീവിതത്തിനകത്ത് പ്രവൃത്തി ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്നലെ വരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ല ഇന്ന് രാവിലെയാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി അർത്ഥശൂന്യമാണ്, തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കത് ബോധ്യം വന്നെങ്കിൽ, ഇന്നലെ വരെ ഉള്ളതിനല്ല കണക്കാക്കുന്നത്, ഇന്നത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനെ മാറ്റി ചിന്തിച്ച് ദൈവകൃപയ്ക്കനുസരിച്ച് അറിവിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മോട് കണക്കിടുവാൻ കഴിയും. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ, ഒരു ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ അറിവ് അവൻ്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവരുവാൻ കഴിയണം. അതുകൊണ്ടാണല്ലോ ഓശയ പ്രവചന പുസ്തകമൊക്കെ വായിച്ചു വരുമ്പോൾ അനേക വാക്യങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നു. അതൊന്നും വായിക്കുവാൻ എൻ്റെ മുൻപിൽ സമയമില്ല. മാത്രമല്ല, മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഈ ഒരു ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ പക്വതയുള്ളവനായി തീരണം. കാരണം ക്രിസ്തുവിൻ്റെ പൂർണ്ണത അവൻ്റെ ജീവിതത്തിനകത്ത് നിറവേറുവാൻ കഴിയണം. ഇവിടെ ശുശ്രൂഷകൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവസഭയിലെ സകല മക്കളും ക്രിസ്തുയേശുവിൻ്റെ പക്വതയുള്ളവരായി തീരണം. പരിജ്ഞാനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ ആ പരിജ്ഞാനത്തിൻ്റെ നിറവ് പ്രാപിച്ചവരായി തീരണം. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുമാത്രമാണ്, ക്രിസ്തുവിലുള്ള പക്വത പ്രാപിച്ചുകൊണ്ട് ദൈവസഭയ്ക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ച് കളഞ്ഞു. ദൈവസഭയുടെ ഭാഗമായി ഞാൻ നിന്നും കർത്താവിനെ ആരാധിച്ചിട്ട് 25 വർഷമോ 30 വർഷമോ 40 വർഷമോ എത്ര വർഷമായിക്കോട്ടെ, ഇന്നലെയോ അല്ല 2 മാസമോ എത്ര വർഷമായിക്കോട്ടെ, ഇപ്പോഴും ശിശുവിനെ പോലെ ചിന്തിക്കുകയും ശിശുവിനെ പോലെ സംസാരിക്കുകയും ശിശുവിനെ പോലെ ജീവിക്കുകയും നിരൂപിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ഇതുവരെ വളർന്നിട്ടില്ല. ത്യജിക്കേണ്ടതിനെ ത്യജിച്ച് പൂർണ്ണ പക്വത പ്രാപിച്ച് ഒരു പുരുഷത്വം പ്രാപിച്ചുകൊണ്ട് ശിശുവിനുള്ള ത്യജിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ കഴിയണം. ഇന്നലെ വരെ ചിന്തിച്ചത് കർത്താവിന് വിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ, ദൈവസഭയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ, ദൈവവേലയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ, ദൈവദാസന്മാർക്കോ ദൈവസഭയ്ക്കോ ദൈവമക്കൾക്കോ വിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ, ഇന്നലെ വരെ കർത്താവ് കണക്കിടുന്നത് ശിശുവിൻ്റെ മനസ്സും ശിശുവിൻ്റെ സ്വഭാവവുമാണ്. പക്ഷേ അത് വളർച്ച പ്രാപിച്ച് ഒരു പുരുഷത്വം പ്രാപിച്ചു കഴിയുമ്പോൾ അത് ശിശുവിനെ പോലെ അല്ല ചിന്തിക്കുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു പുരുഷനെ പോലെ ചിന്തിച്ച് പഴയതെല്ലാം ത്യജിച്ചിട്ട് ക്രിസ്തുവിൻ്റെ പക്വത പ്രാപിച്ച് ജീവിക്കുവാൻ കഴിയണം. കാരണം ഇതിൻ്റെ അവസാനം അതിൻ്റെ അവസാനം എന്തെന്ന് പറഞ്ഞാൽ, ഇതിന് കാഹളം ധ്വനിക്കുമ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ച് നിരൂപിക്കുന്നവർ ഇവിടെ തന്നെ കാണും. പക്ഷെ പക്വത പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ പക്വത പ്രാപിച്ചവൻ ആ കാഹളധ്വനിയിൽ എടുക്കപ്പെടുവാൻ കഴിയും. എൻ്റെ പ്രിയ സ്നേഹിതരെ, ആ ദൈവകൃപയുടെ ദാനം എന്താണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. നമുക്ക് ലഭിച്ച ദൈവകൃപയുടെ ദാനം തിരിച്ചറിഞ്ഞു വേണം ജീവിക്കാൻ. 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഒന്ന്, തെറ്റായ പഠിപ്പിക്കൽ നിന്ന് വഴിമാറിപ്പോകണം. ദൈവസഭയ്ക്കകത്ത് ദുരുപദേശങ്ങളോ ദുരുചിന്തകളോ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും, ഞാൻ ഉൾപ്പെടെ ആരെങ്കിലും പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തുവാൻ ഞാനും നിങ്ങളും പ്രാപ്തി നേടിയിരിക്കണം. തെറ്റായ പഠിപ്പിക്കലിനെ കേൾക്കുന്ന വചനം അതുപോലെ തന്നെയാണോ എന്ന് വേദപുസ്തകത്തിൽ ശോധന ചെയ്ത് മനസ്സിലാക്കി, അല്ല എങ്കിൽ പ്രസംഗിക്കുന്ന ആര് പ്രസംഗനായിരുന്നോട്ടെ, എത്ര വലിയ അറിവുള്ള വ്യക്തിയായിരുന്നോട്ടെ, അവരോട് ചെന്ന് പറഞ്ഞ് അതിനെ തിരുത്തുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അനേക വാക്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് ഉണ്ടെങ്കിലും ഞാൻ അതിൽ നിന്ന് സമയത്തിൻ്റെ പരിമിതി മുഖാന്തരമായി ഓടി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, നാം ക്രിസ്തുവിൽ വളരുവാൻ തയ്യാറാകണം. ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവകൃപ ലഭിച്ച ഞാനും നിങ്ങളും ക്രിസ്തുവിൽ വളരണം. കാരണം ക്രിസ്തുവിൽ വളർന്നു കഴിഞ്ഞാലുള്ള അതിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ സത്യം സംസാരിക്കുകയും സത്യം പ്രഖ്യാപിക്കുകയും ചെയ്യും. അപ്പം ഞാനും നിങ്ങളും വളർച്ച പ്രാപിച്ചോ എന്ന് നമ്മുടെ സംസാരത്തിനകത്തുനിന്നറിയാം. സത്യം സംസാരിക്കുകയും സത്യം പ്രഖ്യാപിക്കുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ദൈവവചനം ശുദ്ധിയുള്ളതായതുകൊണ്ട്
ആ വചനം കേട്ടനുസരിക്കുന്ന ഞാനും നിങ്ങളും എപ്പോഴും ശുദ്ധിയും സത്യസന്ധതയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായി തീരണം. കാലം ഇനിയും അധികമില്ല. നമ്മുടെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കാറായി. എന്നെ പ്രിയ സഹോദരങ്ങളെ, ഈ പേരുള്ള ദൈവസഭയിലെ വിശ്വാസികളെ, നമ്മളാരും ഇവിടെ കൈവിടപ്പെട്ടു പോകരുത്. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകന്മാരുടെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരുടെയും ഒക്കെ ഒരാഗ്രഹമുള്ളൂ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സകല ദൈവജനവും ആ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിൻ്റെ മുഖം കണ്ട് കർത്താവിനെ ആരാധിക്കണം. അങ്ങനെയാണെങ്കിൽ ആ വളരെ പ്രതീക്ഷയോട് പ്രത്യാശയോട് സത്യം സംസാരിച്ച് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് പൂർണ്ണ നടപടിയോട് വിശ്വസ്തയോട് ചെയ്ത് ജീവിക്കുവാൻ സർവശക്തിയുള്ള ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.